സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞ ഖാദി തൊഴിലാളികൾ സർക്കാരിൽ നിന്നുള്ള അധിക വേതനം നിലച്ചിട്ട് മാസങ്ങളായി. നിത്യജീവിതത്തിന് വഴിയില്ലാതെ തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. പത്തനംതിട്ട മാത്തൂരിലെ ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിലെ തൊഴിലാളികൾ പ്രതിസന്ധിയിലായിട്ട് മാസങ്ങളായി. ഒരു കഴി അഥവാ 1000 മീറ്റർ നൂല് നിൽക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് 14.50 രൂപയാണ്. ഇതിൽ 4.50 രൂപ സംസ്ഥാന സർക്കാർ നൽകുന്ന അധിക വരുമാനം. കഴിഞ്ഞ 13 മാസമായി ഈ തുക ലഭിക്കുന്നില്ല. ഡി ഇനത്തിലൊക്കെ കിട്ടുമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വെറും കുറച്ച് പൈസ അതൊക്കെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടൊന്നും ഞങ്ങളുടെ കുടുംബമൊന്നും പുലർത്താൻ പറ്റത്തില്ല. ഇവിടെ പലരും പ്രായമുള്ളവരുണ്ട്, കൂടുതലും പ്രായമുള്ളവരുണ്ട്, അല്ലാതെ വിധവകളായിട്ടുള്ളവരുണ്ട്, അസുഖക്കാരുണ്ട്. ഇവർക്കെല്ലാം ജീവിക്കണ്ടേ? അപ്പോൾ അതിന് ഈ പൈസയും കൊണ്ടൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പത്തനംതിട്ട ജില്ലയിൽ മാത്രമായി 13 യൂണിറ്റുകളിലായി 107 തൊഴിലാളികൾ ഈ ജോലി ചെയ്യുന്നുണ്ട്. 2023 മെയ് 31 ഇവർക്ക് അവസാനമായി സർക്കാരിൻ്റെ അധിക തുക ലഭ്യമാകുന്നത്. തുച്ഛമായ ശമ്പളം മാത്രമുള്ള തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന അധിക വരുമാനം കൂടി നിലച്ചതോടെ എങ്ങനെ ജീവിക്കണമെന്നാണ് ഈ തൊഴിലാളികൾ ചോദിക്കുന്നത്. എല്ലാവരും ഇവിടെ ചുറ്റുവട്ടമുള്ളവർ താമസിക്കുന്നവരൊക്കെ തന്നെയാണ്. ഇത് മറ്റു ജോലിക്കൊന്നും പോകുന്നവരല്ല. ഇപ്പോൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ ജോലി ചെയ്യുമ്പോൾ പുര വരുമാനവും കൂടെ ആകുമ്പോൾ ഒരു 400 അടുപ്പിച്ചിങ്ങനെ തൊഴിലാളികൾക്ക് ഡെയിലി കിട്ടുമായിരുന്നു. അപ്പോൾ അതില്ലാത്തതാണ് 200 രൂപ അവർക്കൊരു ദിവസം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ കാലാവസ്ഥ മോശമാണെങ്കിൽ, മഴയാണെങ്കിൽ അതനുസരിച്ച് അത് കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. 24 കഴി ഒരു ദിവസം തീർത്താൽ മാത്രമേ മിനിമം വരുമാനം ലഭിക്കുകയുള്ളൂ. എന്നാൽ തുടർച്ചയായുള്ള ചർക്കതിരിക്കൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മതിയായ ചികിത്സകൾ തേടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണിവർ. അടിസ്ഥാന വേതനം ഉയർത്തണമെന്നും ചർക്കകൾ യന്ത്രവൽക്കൃതമാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഫണ്ട് ലഭിക്കുന്നതിനനുസരിച്ച് അധിക വേതനം നൽകുമെന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ സ്ഥിര വരുമാനവും അധിക വരുമാനവും ഒരുമിച്ച് നൽകണമെന്നാണ് തൊഴിലാളികളുടെ പക്ഷം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.